നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഷൈനിയുടെ വിഷയം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ ഷൈനിയുടെ ഭർത്താവ് നോബി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. മാനസാന്തരം വന്ന പോലെയൊക്കെയാണ് കരച്ചിൽ. ഞാൻ അറിയാതെ തല്ലിപ്പോയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരച്ചില്. പക്ഷെ ഈ നോബി എന്ന് പറയുന്ന അയാൾ ഇനിയിപ്പോ എത്രയൊക്കെ കരഞ്ഞാലും ഷൈനിയെയും ആ രണ്ട് മക്കളെയും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. അത് മാത്രമല്ല, അതിനോട് കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളൊരു പള്ളിയിലെ അച്ഛന്റെ കാര്യം പറഞ്ഞിരുന്നു. ബോബി നോബിയുടെ സഹോദരൻ. അയാൾക്ക് ഈ ഷൈനിയിൽ ഒരു നോട്ടമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കള്ളപ്പാതിരി ലോഹയ്ക്കുള്ളിൽ മറ്റ് ചില കുൽസിത പ്രവർത്തനങ്ങളും കൂടെ കൊണ്ടു നടന്ന ആളാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ചില പരാതികൾ അരമനയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിഷയം വീണ്ടും കൂടുതൽ സങ്കീർണമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അച്ഛന്മാരുടെ വിഷയത്തിൽ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളും. പക്ഷെ ഇനിയിപ്പോൾ ഒരു മാനസാന്തരപ്പെട്ട് നോബി കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ട്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അഴിക്കുള്ളിലാകുമോ എന്നുള്ള ഭയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കരച്ചിലാണ് പോലീസിന്റെ മുന്നിൽ അലറി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഏറെ വൈകിയുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു നീക്കം തന്നെയല്ലേ? അല്ല, ഇതിപ്പം ഈ പറഞ്ഞത് തന്നെ ഇപ്പൊ ഭർത്താവിന്റെ വേഷം കെട്ടിയാടിയ നോബി, ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല, ഭർത്താവിന്റെ വേഷം കെട്ടിയാടിയിട്ടുള്ള നോബി ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നത്, വിഷ്വലുകളെല്ലാം കാണുന്നത് തല താഴ്ത്തിയിരുന്ന് മോങ്ങുന്നതാണ് കാണുന്നത്. പക്ഷെ ആ മോങ്ങല് ഒരിക്കലും കുറ്റബോധം കൊണ്ടൊന്നുമല്ല, താൻ അകത്താകുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രം കാണിക്കുന്ന ഒരു സംഭവം മാത്രമാണത്. പോലീസ് നോബിയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് അവൾ പറഞ്ഞിട്ടുണ്ട്, താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നാണ്. എപ്പോഴും എന്നുള്ള കാര്യം പറയുന്നില്ല, പലപ്പോഴും ഇടയ്ക്കൊക്കെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. താൻ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആയതോടുകൂടി തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരിങ്കുന്നം പോലീസിൽ ഇതിന് മുൻപ് തന്നെ നോബിക്കെതിരെ കേസുണ്ട്. കാരണം ഷൈനിയുടെ അച്ഛൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. തൊടുപുഴ സ്റ്റേഷനിൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നതടക്കമുള്ള കേസ് തൊടുപുഴ സ്റ്റേഷനിൽ വേറെയുണ്ട്. കാരണം ഈ 9 മാസമായിട്ടും ഇയാൾ ഈ ഭാര്യയോ മക്കളെയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ കേസും അവിടെ കിടപ്പുണ്ട്. അപ്പൊ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫാദർ ബോബി ചിറയലിന് എതിരെ കേസെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. കാരണം ഇയാൾക്കെതിരെ നേരത്തെ പറഞ്ഞ ആരോപണത്തിനോടൊപ്പം തന്നെ ഇവർക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള ശ്രമങ്ങളും ഈ ഫാദർ ബോബി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാണ് വ്യക്തമായ തെളിവുകൾ സഹിതം ഉള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഗാർഹിക പീഡന കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെടും എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ എന്തായാലും കേസിലെ നോബിക്ക് മാത്രമേ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. കൂടുതൽ പ്രതികളുണ്ടോ, കൂടുതൽ വീട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ആൾക്കാരെ ഇതിൽ ചേർക്കുമോ, കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനിയാണ് വരുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തിയിട്ട് നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോലീസ് എത്തിച്ചു, 3 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പൊ ആദ്യം സമയത്തൊന്നും ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, അവൾ ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് അറിയില്ല എന്ന മട്ടിലുള്ള ഒരു ഉത്തരമാണ് നോബി കൊടുത്തിരുന്നത്. പിന്നീടാണ് പറഞ്ഞത് നോബി ഇങ്ങനെ ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇതിനൊപ്പം വളരെ നിർണായകമായ വേറൊരു കാര്യം, അന്ന് തലേ ദിവസം വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വാട്സാപ്പ് മെസ്സേജ് എല്ലാം ഇപ്പൊ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നോബിന്റെ വാട്സാപ്പിൽ ഇതൊന്നും ഇല്ല. അപ്പൊ അത് റിക്കവറി ചെയ്യാനുള്ള ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിക്കാൻ പോവുകയാണ്. കാരണം ആ വാട്സാപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവൻ പറയുന്നത് സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം, കാരണം അതിനു മുൻപ് പോലും ഇനി അടുത്ത കേസ് വരുന്നത് ഏപ്രിൽ 9-നാണ് എന്ന് കൂട്ടുകാരിക്ക് അയച്ച മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവര് ഇതിൽ തൊട്ട് മുൻപേ പോലും ഒരു ആത്മഹത്യ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ തലേ ദിവസത്തെ മെസ്സേജിൽ അല്ലെങ്കിൽ തലേ ദിവസം നോബി വിളിച്ചപ്പോൾ എന്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്ത് ഭീഷണിയാണ് പറഞ്ഞിട്ടുള്ളത്? കാരണം ഇതിനു മുമ്പും നോബി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഭീഷണി നോബിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തലേ ദിവസത്തെ വാട്സാപ്പ് സന്ദേശം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശാസ്ത്രീയമായ രീതികളാണ് ഇപ്പൊ പോലീസ് നോക്കുന്നത്. അതിൽ നിന്നേ എന്താണ് ആത്മഹത്യക്കുള്ള കാരണം എന്നറിയാൻ പറ്റുള്ളൂ. എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? സ്വന്തം കുഞ്ഞുങ്ങളെയും കൊണ്ട്. കാരണം ഒരിക്കൽ പോലും അവരതിന് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു തളരുന്ന സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഈ 9 മാസത്തിന്റെ ഇടയ്ക്ക് ഇവര് ചെയ്യാത്ത ജോലിയില്ല. കൃഷിപ്പണി ചെയ്തിരുന്നു, മീൻ വളർത്തിയിരുന്നു,
അതുപോലെ തന്നെ കോഴിയെ വളർത്തിയിരുന്നു. ഈ വാഴയും ഇതെല്ലാം നിർത്തി അതിലേക്ക് കൃഷി ചെയ്തിട്ട് ഈ സാധനങ്ങള് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പണം എടുത്തിരുന്നു. ഫ്രണ്ട്സിനോടെല്ലാം എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പൊ ഇത്രയെല്ലാം എങ്ങനെയും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം എന്നുള്ള ഒരു ഉറച്ച ധൈര്യമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ഷൈനി. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം പെട്ടെന്ന് തന്നെ മരണത്തിനെ പുൽകാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് ഈ വാട്സാപ്പ് മെസ്സേജ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ബോബി എന്ന് പറയുന്ന ഈ പള്ളിയിലച്ഛൻ, അയാൾക്കെതിരെ ഒരു കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്. അങ്ങനെ ലോഹയിട്ട ഒരു അച്ഛൻ ആ ഒരു നിലപാടായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ള ഒരു ബോധം അയാളിൽ സ്വയം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വഷളാകാതെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമായിരുന്നു ബോബി പക്ഷെ ഇടപെടേണ്ടി. അതില് ഈ ബോബിയെ കുറിച്ചൊരു ഇത് പറയുന്നുണ്ട്. ഇയാള് വൈദികനാകാൻ വേണ്ടി പട്ടം ഇട്ടതിനു ശേഷം പോലും ഇത് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെയല്ല കല്യാണം കഴിക്കാൻ നീക്കം നടത്തിയിരുന്നു. അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇയാളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. തന്നെയുമല്ല, ഈ നോബിയേക്കാൾ ഷൈനി ജോലിക്ക് പോകരുത്, എവിടേക്കും പോകരുത് എന്നുള്ള ഒരു ധാർഷ്ട്യം ഇയാളിലാണ് ഉണ്ടായിരുന്നത്. ഇയാളാണ് എല്ലാ ജോലിയും, ഇവർ കഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം തടസ്സപ്പെടുത്തിയത് ഈ ബോബി എന്ന് പറയുന്ന പള്ളിയിലച്ഛനാണ്. അങ്ങനെയാണെങ്കിൽ ഈ അയാളിൽ നിന്നുള്ള സമ്മർദ്ദവും കൂടി അവർക്ക് താങ്ങാൻ കഴിയുമായിരുന്നതായിരിക്കില്ല. കാരണം അത്രത്തോളം ഒരു വശത്ത് ഭർത്താവിനെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് ഭർത്താവിന്റെ സഹോദരൻ, അത് ഒരു പള്ളിയിലച്ഛനെ കൊണ്ടുള്ള ശല്യം. അപ്പോൾ ഇവരോട് മോശമായി പെരുമാറിയിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്, ആ ഒരു വശം കൂടി. അതൊക്കെ ഒരു പക്ഷേ ഷൈനിയുടെ ഫോൺ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമായിരിക്കും. അങ്ങനെ ഒരു തെളിവ് കിട്ടി കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല ഇയാളെ കുറിച്ച് പല പരാതികളും ഇപ്പോൾ സഭയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതിലൊക്കെ വസ്തുതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സഭ പിന്നീട് ഇയാളെ അവിടെ വെച്ചുകൊണ്ടിരിക്കില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചയക്കുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. കാരണം അങ്ങനെ ഒരാൾ ലോഹയിട്ട് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എത്രയോ സ്ത്രീകളൊക്കെയാണ് ഈ അരമനയിലെത്തി അല്ലെങ്കിൽ പള്ളിയിലെത്തി ഈ അച്ഛനെയൊക്കെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോശമായ ഇടപെടലുകൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ നിയമം അല്ല അവിടുത്തെ നിയമം. അവിടെ കളിയിറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഇവിടെ കേരളത്തിൽ കിടന്ന് വിലസുന്നത് പോലെ മറ്റേ ഇവിടെ ചില പാതിരിമാരെ കണ്ടിട്ടില്ലേ, സകലമാന തോന്നിവാസവും ലൈംഗിക അതിക്രമ കേസുകളിലൊക്കെ ഉണ്ടെങ്കിലും പള്ളി സംരക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പോഴും കുട്ടപ്പന്മാരായിട്ട് നടക്കുന്ന ഒരുപാട് പാതിരിമാരുണ്ട്. അപ്പോൾ ആ കളിയൊന്നും എന്തായാലും അവിടെ നടക്കില്ല. അവിടെ അതിൽ കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ അവിടുന്ന് എന്തായാലും പറഞ്ഞു വിടും. അപ്പോൾ ഈ കുട്ടികൾക്ക് നേരെയും ഈ പറയുന്ന ഷൈനിക്ക് നേരെയും ഒക്കെ ഇയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എന്തായാലും ഇവിടെ തന്നെ പള്ളിയിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ഷൈനിയുടെ മൃതദേഹം ഇവിടുത്തെ കല്ലറയിൽ അടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നീക്കം നടത്തിയത്. സ്വന്തം ഭർത്താവിനില്ലാത്ത വേവലാതിയാണ് പള്ളിയിലച്ഛൻ സഹോദരൻ. ഞാൻ പറയട്ടെ, ആ ഒരു ബന്ധം തന്നെ നോക്കൂ. അയാൾ മോശമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സമയം എന്നുവെച്ചാ ഒരു 5 മിനിറ്റ് പോലും ആ ലോഹയിടാൻ യോഗ്യനല്ല. കാരണം നമ്മൾ അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പറയുന്നത് അതും ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് മോശമായ ഒരു നോട്ടം അയാളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലോഹയിടാൻ അയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നമ്മള് കർത്താവ് ഒന്നുകൂടി ചാട്ടവാർ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം പിന്നെ ഇത് തന്നെ വേറെ വലിയൊരു കാര്യം പറയണ്ട്. ഇത്രയും ദിവസം പത്രങ്ങളിലെല്ലാം തന്നെ കണ്ടിരുന്നത് ഷൈനി 9 മാസം മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത അതല്ല. ഷൈനിയുടെ അച്ഛൻ തന്നെ പറഞ്ഞത് ഇറങ്ങി വന്നതല്ല, ഇറക്കി വിട്ടതാണ്. ഒരിക്കലും ഷൈനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ ഇറങ്ങി വരുമെങ്കിൽ എപ്പോഴോ ഇറങ്ങി വരേണ്ടതായിരുന്നു. വീട്ടിൽ ചെന്ന് വളരെ താമസിയാതെ തന്നെ ഈ അടിയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിൽ പോയാൽ പിന്നാലെ ചെന്ന് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നെല്ലാം ഇന്നലെ നമ്മള് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ ദിവസം ഉണ്ടായത് അച്ഛൻ കുര്യാക്കോസ് പറയുന്നത് ജൂൺ 9 ഷൈനിയെ വീട്ടിൽ നിന്നും നോബി ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജൂൺ 9 അന്ന് രാവിലെ മുതൽ ഇവരെ അടിക്കുകയായിരുന്നു. രാവിലെ മുതൽ മർദ്ദിച്ചിരുന്നു. ഉറക്കെ വീട്ടിൽ നിന്ന് മക്കളുടെ കരച്ചിൽ കേട്ടിരുന്നു. അപ്പൊ രാത്രി വരെ ഇതുപോലെ തന്നെ ആയിക്കഴിഞ്ഞും ഇരുട്ടിയതിനു ശേഷമാണ് ഇവളെ റോഡിലേക്ക് അടിച്ചിറക്കുന്നത്. ഇനി വീട്ടിൽ കയറരുത് എന്നും പറഞ്ഞ് അടിച്ചിറക്കിയപ്പോഴും ഇവൾ ആ വഴിയിൽ നിന്ന്, റോട്ടിൽ നിന്ന് കുട്ടികളെയും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ല. അപ്പോഴും കുര്യാക്കോസ് പറയുന്ന അച്ഛൻ പറയുന്നത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് അവൾ അപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോ നോബിയുടെ ഒരു ബന്ധുവാണ് വഴിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഷൈനിയുടെ അച്ഛനെ വിളിച്ച് ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നത്. മകളും കുട്ടികളും ഇങ്ങനെ റോഡിൽ ഇറക്കി നിൽക്കുകയാണ്, വീട്ടിൽ നിന്ന് നോബിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് അച്ഛൻ വന്ന് ഇവളെ ഈ ഷൈനിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. വിളിച്ചുകൊണ്ട് പോകുമ്പോഴും അച്ഛനോട് ആ വീട്ടിൽ നടന്ന ഒന്നും തന്നെ ഷൈനി പറയുന്നില്ല, കരഞ്ഞു മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ. മർദ്ദിച്ചത് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ദേഹം മുഴുവനും അടിയുടെ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇക്കാര്യം കാണിച്ച് ഈ ദേഹത്ത് മുഴുവനുള്ള അടിയുടെ പാടുകൾ ഉൾപ്പെടെ കാണിച്ച് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ പറയുന്നത് ഹോസ്റ്റലിലുള്ള മകൻ ആഴ്ചയിൽ ഒരു ദിവസം അയാൾക്ക് 5 മിനിറ്റ് പുറത്തേക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് ഈ എഡ്വേർഡിന്. ആ സമയത്ത് അവൻ അമ്മയെ വിളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വീട്ടിലാണെങ്കിലും പുറത്തുനിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ വിളിച്ചതായിട്ടൊന്നും അച്ഛൻ അറിയില്ല. പക്ഷെ ഈ മകൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപേ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നാട്ടുകാർ പലരും പറഞ്ഞിട്ടാണ്, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ വാർത്തകൾ കേട്ടിട്ടാണ് പറയുന്നത്. അതുപോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളും പറയുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത് ഇവര് വളരെ പഞ്ചപാവമായിരുന്നു, ഇവർ ആരോടും തന്നെ ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നാട്ടിൽ ആർക്കും തന്നെ ഈ കേസിന്റെ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഷൈനി പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു, പാവങ്ങളെല്ലാം സഹായിക്കാനായിട്ട്. അവരുടെ കൂടെ ചികിത്സയ്ക്കായിട്ട് നഴ്സാണല്ലോ, അങ്ങനെ പോയിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കരിങ്കുന്നത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലാണ് ഈ സന്നദ്ധ പ്രവർത്തനത്തിന് പോകാറുള്ളത്. ഇത് കാണിച്ച് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരിത്താസ് ആശുപത്രിയിലെ ജോലിക്ക് അപേക്ഷിക്കണം. അവിടെ പോയി ചോദിച്ചപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ എനിക്കത് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു, ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു കാരിത്താസ് ആശുപത്രിയിൽ ജോലിക്ക് എടുത്തില്ല എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ജോലി കൊടുക്കാം, പക്ഷെ 1 വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്യണം എന്നുള്ള കരാറിൽ ഒപ്പിടാൻ പറഞ്ഞു എന്ന്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇവരൊരു ജോലിക്ക് ശ്രമിക്കുന്നത് തന്നെ എന്തെങ്കിലും പണമുണ്ടായി മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾക്കുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 1 വർഷം ജോലിക്ക് ശമ്പളമില്ലാത്ത ജോലി ചെയ്യാൻ ഷൈനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായിട്ടും അവര് പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്തിരുന്നു, പക്ഷെ അതുപോലെയല്ലല്ലോ, ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് പൈസ വേണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവര് ആ ജോലി സ്വീകരിക്കാതിരുന്നതെന്ന് പറയുന്നു. ഇപ്പൊ ഈ കാരിത്താസ് ആശുപത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, കാരിത്താസ് ആശുപത്രി അതൊരു അറവുശാലയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊരു ആശുപത്രിയുടെ പ്രവർത്തനമൊന്നും അല്ല അതിനുള്ളത്. എങ്കിലും ഞാനിപ്പോ മറ്റൊരു വിഷയം കൂടി പറയുകയാണ്. നമ്മള് ഇപ്പോ ഷൈനിയെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി വിട്ടു. അവരുടെ അയൽവാസികൾക്ക് അറിയാമായിരുന്നു നോബി അവരെ ഉപദ്രവിക്കുമായിരുന്നു, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുമായിരുന്നു. മക്കളെ, സ്വന്തം മക്കളെ അവരുടെ കരച്ചിൽ കാണുമ്പം എന്തോ നോബിക്ക് എന്തോ ഒരു ആനന്ദം പോലെ. അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ അതിന്റെയൊക്കെ വാർത്തകളൊക്കെ കേട്ടു. ശരിക്കും എനിക്ക് ആ നാട്ടുകാരോട് 2 വർത്തമാനം പറയാനുണ്ട്. കാരണം അത്രത്തോളം പ്രതിസന്ധികൾ ഒരു വീട്ടിൽ, അവരുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ഇരുന്നപ്പോൾ എന്തുകൊണ്ട് അവർ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായില്ല? അത് ശരി, അവർ പരാതിപ്പെടാൻ ഒന്നെങ്കിൽ ഭയന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. കാരണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ മക്കളുടെ ഭാവി ഓർത്തിട്ടായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. എങ്കിൽ കൂടിയും ദിനം പ്രതി ഈ തൊട്ടടുത്ത അയൽവക്കത്തുള്ളവരും അവര് ഒക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഷൈനി പാവമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഇടപെടൽ നടത്തിയില്ല? ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും ആ ഒരാളുടെ കുടുംബത്തിലെ കാര്യത്തിൽ നമ്മൾ എന്തിനിടപെടാൻ? അതൊന്നും അല്ല. അവര് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ച് 2 നല്ല വാക്ക്, അവർ പാവമായിരുന്നു, എല്ലാവർക്കും ഉപകാരിയായിരുന്നു എന്നൊക്കെ, എന്നിട്ട് ഇപ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ടല്ലോ. ആ കല്ലറയിലേക്ക് ആരും ചെന്നില്ല, വീട്ടിലേക്ക് ആരും ചെന്നില്ല. കൊണ്ടുവന്നപ്പോ നോബിന്റെ വീട്ടിലേക്ക് ഒരൊറ്റ നാട്ടുകാർ പോലും വന്നില്ല. ഈ നാട്ടുകാരെ പേടിച്ചിട്ട് ഈ നോബിനും ആരും ആ കല്ലറയിലേക്കും പോയില്ല. ഇപ്പോൾ ആ നാട്ടുകാർക്ക് നാവുണ്ട്, പ്രതികരിക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് 2 പെൺകുട്ടികളും ഒരമ്മയും സ്വന്തം കൺമുന്നിൽ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും പ്രതികരിക്കാൻ തയ്യാറാകാത്ത നാട്ടുകാരെയും കൂടി പറയണം. ഞാനത് എവിടെയാണെങ്കിലും ഇതുപോലെ ഒരുപാട് വീടുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാകും. ഒരു ശക്തമായ ഇടപെടൽ നടത്താൻ ഈ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് തയ്യാറായാൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മള് പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊക്കെ
അങ്ങ് വെറുതെ അങ്ങ് പറയും ഇവിടെ എന്തിനാണ് പിന്നെ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. ഈ സമൂഹത്തോട് നമുക്കുമുണ്ട്, ഓരോരുത്തർക്കുമുണ്ട് ഓരോ ഉത്തരവാദിത്വം. അതൊക്കെ നമ്മൾ കൂടി നിറവേറ്റിയാൽ ഒരുപക്ഷെ അവരിന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അല്ല, അവർക്ക് അതുപോലെ തന്നെ ആത്മഹത്യക്ക് ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്ന വേറൊരു കാര്യം കൂടി ഉണ്ടായി. അവരുടെ സുഹൃത്തിന് അയച്ചിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം ഇപ്പൊ അവര് പുറത്തുവിട്ടിട്ടുണ്ട്. സുഹൃത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലവർ പറയുന്നത് നാട്ടിലെങ്ങും ജോലി സാധ്യതയില്ല, കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അമേരിക്കയ്ക്ക് പോകണം എന്നെല്ലാം ഷൈനി ആലോചിച്ചിരുന്നു. അപ്പൊ തന്നെ പറയുന്നുണ്ട് ഇതിന് 1 വർഷമെങ്കിലും വേണ്ടിവരും, അതുവരെ പിടിച്ചു നിൽക്കുന്നതിനുള്ള ഒരു മാർഗം ഉണ്ടാകണം എന്നുമെല്ലാമാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ കുറെ തപ്പി, പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം, 1 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം. ഇതെല്ലാം അതിൽ പറയുന്നതാണ്. ഫെബ്രുവരി 17 കോടതിയിലേക്ക് വിളിച്ചിരുന്നു. അന്ന് പുള്ളി വന്നില്ല. പുള്ളി എന്ന് പറയുന്നത് നോബിനെയാണ്. പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല. 4 മാസമായി. എന്താ റീസൺ എന്ന് എനിക്ക് അറിയില്ല. വക്കീൽ ഇനി ഏപ്രിൽ 9 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്, ഒരു തീരുമാനവും ആകുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ തികഞ്ഞ നിരാശ തന്നെയാണ് ആ വാക്കുകൾ നിൽക്കുന്നത്. ഏപ്രിൽ 9 അടുത്ത കേസുണ്ട് എന്ന് അറിയാം. അതിനു മുമ്പ് എവിടെയെങ്കിലും ജോലിയുണ്ടോ എന്ന് എല്ലാ ബന്ധുക്കളോടും പരിചയക്കാരോടും ഇവള് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയെല്ലാം പലരോടും ഇവർ അന്വേഷിക്കുമ്പോൾ ആ സമയത്തൊന്നും തന്നെ മരണം എന്നുള്ളൊരു പോംവഴി ഇവരുടെ മുന്നിലേ ഇല്ലായിരുന്നു. ഒരുപക്ഷെ ആരും സഹായിക്കാനില്ല, ആരും ഇല്ല എന്നുള്ള തോന്നലിൽ അവസാന നിമിഷം പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ല, എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നിയത് കൊണ്ടാണോ ഇങ്ങനൊരു ജീവിതം അവസാനിപ്പിച്ചതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രക്ഷോഭ പറഞ്ഞതുപോലെ നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും ഇതിന് കാരണക്കാരാണ്, ഉത്തരവാദികളാണ്. കാരണം ഇത്രയും സങ്കടത്തോടു കൂടി എവിടെയെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല, ശരിയാണ്. ഇപ്പൊ ഒരാൾ ജോലി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ തീർച്ചയായിട്ടും പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വഴി, ഈ ഏതെങ്കിലും ഹോസ്പിറ്റലുകാരോ അല്ലെങ്കിൽ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിരുന്നോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്ന ഒരു ജീവനല്ലായിരുന്നോ ആ 3 ജീവൻ? ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ കാര്യം പറയുന്നത്, ഇപ്പം ഫ്രണ്ട്സിനൊന്നും പറ്റിയില്ല, അതറിയാം. ഇപ്പൊ ഫ്രണ്ടിനെ ഇപ്പൊ സഹായിക്കാൻ പറ്റില്ല. അവരോട് ഇങ്ങനെ പറഞ്ഞു, അവര് കേട്ടു. അതിപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിപ്പോ എവിടുന്ന ജോലി എടുത്തു കൊടുക്കുക? പക്ഷെ ഒന്നുമില്ലെങ്കിലും BSc നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ, കുറെ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. കഴിഞ്ഞ 10 വർഷം അവർ ജോലി ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന്റെ കാരണം ഈ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. എന്ന് മാത്രമല്ല വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇവർക്ക് കടമുണ്ടായിരുന്നു. ഈ കടമുണ്ടായിരുന്നത് അച്ഛൻ പറയുന്നത്, ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. പക്ഷെ ഇവര് കടമെടുത്തത് ഭർത്താവിന്റെ വീട്ടിൽ അവർക്കെല്ലാം അസുഖമുണ്ടായിരുന്നപ്പോഴും പലപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും മറ്റുമാണ് ഈ കടം എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കടം മുഴുവൻ ഇപ്പോൾ വീട്ടേണ്ട ചുമതല ഷൈനിയുടെ തലയ്ക്കായിരുന്നു. അപ്പൊ അത് വീട്ടേണ്ട ചുമതല കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ നിൽക്കാതെയായത്. ഇതും പറയുന്നുണ്ട്. ദാരുണമായ ഒരു സംഭവമായി പോയി. കാരണം അവസാന നിമിഷം വരെയും ചുറ്റുമുള്ള കുറെ ആൾക്കാർ തളർത്തി താഴെ ഇടാൻ നോക്കിയപ്പോഴും അവര് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ജീവിതത്തോട് ഒരുപാട് ശ്രമിച്ച ഇപ്പൊ ഒരു അമ്മയും മക്കളും മരിച്ചു എന്നുള്ളതല്ല, ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ ചർച്ച നടത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ പിടിച്ചു നിൽക്കാൻ ആവത് ശ്രമിച്ച് എങ്ങനെയെങ്കിലും തന്റെ ജീവനും ഈ കുട്ടികളെയും ജീവനും പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതിനു ശേഷവും കൈവിട്ടുപോയി എന്നുള്ള ഒരു സങ്കടം ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ വെറും ഒരു മരണത്തിനെ കുറിച്ചുള്ള ചർച്ചയല്ല ഇത്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അതൊരു ആത്മഹത്യ ആണ് എന്ന് അങ്ങനെ വെറുതെ നിസ്സാരമായി പറഞ്ഞു കളയാൻ നമ്മുടെ സമൂഹത്തിൽ അവരെ കൊലയ്ക്ക് കൊടുത്തു എന്ന് തന്നെ പറയണം. ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഈ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഈ ലോഹയിട്ട ആ തെമ്മാടി, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഒരു സ്ത്രീയെ ചുറ്റും കൂടി നിന്ന് മാനസികമായും ശാരീരികമായും തളർത്തി ഉപദ്രവിച്ച് ഒടുക്കം അവരെ കൊന്നു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കെല്ലാവർക്കും, അതായത് ആ സമൂഹത്തിന് കൂടി അതിലൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അവരുടെ അവസ്ഥ അറിയാമായിരുന്നുവെങ്കിൽ നിയമപരമായ നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകാമായിരുന്നു. ഈ ഷൈനിയെ ഉപദ്രവിച്ചതിന്റെ കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും അതിലൊക്കെ പോലീസ് എന്ത് നടപടി? ഒരു നടപടി ആരും എടുത്തില്ല. അതാണ് ഉണ്ടായത്. പോലീസ് ഉൾപ്പെടെ ആരും
ഒരാൾ നടപടി മരിച്ചു എടുത്തില്ല. കഴിഞ്ഞിട്ട് കുറച്ച് വിലപിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ച് പിന്നീട് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവര് ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ഒന്ന് ചേർത്ത് നിർത്തിയാൽ പോലും അവർ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ ഉയർന്നു വന്നേനെ. ഇപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനും അതുപോലെ തന്നെ ഇവരുടെ സഹോദരനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ 9 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് അത് നികത്താൻ ഒരു കോഴ്സ് പഠിക്കണമായിരുന്നു. അതിനുള്ള പണവും എല്ലാം വീട്ടിൽ നിന്ന് നൽകി. അത് പൂർത്തിയാക്കിയതിനു ശേഷം മുംബൈയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകാനാണ് വിചാരിച്ചിരുന്നത്. അത് മുന്നോട്ട് പോകുന്ന ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 11 പോയിന്റ് ആണ്. അപ്പോൾ തലേ ദിവസം ഷൈനിയെ ഇല്ലാതാക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കോഴ്സ് പഠിക്കാൻ അവർ തീരുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടണം എന്നുള്ള അമിതമായ ഒരു വിശ്വാസം, ആത്മധൈര്യം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആ ആത്മധൈര്യത്തിനെ ചോർത്താൻ തക്ക എന്തോ ഒന്നാണ് തലേ ദിവസം സംഭവിച്ചത്. അതെന്താണെന്നാണ് അറിയേണ്ടത്. അതിന് ആ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തി അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരു ഷൈനി അല്ല, ഇതുപോലെ ഒരുപാട് ഷൈനിമാരുണ്ട്. അപ്പോൾ പൊരുതാൻ തയ്യാറാകുക. നമ്മളൊന്ന് നിവർന്ന് നിന്ന് നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിന്നാൽ പിന്നെ ചവിട്ടി താഴ്ത്താൻ ആർക്കും കഴിയില്ല. ജീവിക്കണമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ മതി. പിന്നീട് മുന്നിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ അതിനെയൊക്കെ തടുത്തു നിർത്താൻ നമുക്ക് തന്നെ കഴിയും. ഒപ്പം ഈ കൂടെ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ ഈ സമൂഹവും അവരെ ഒന്ന് പുഷ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ തന്നെ അവർക്ക് പകുതി വിജയിക്കാൻ കഴിയും. എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇനി ഒരു ഷൈനി ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരു ചർച്ച നടത്താൻ കഴിയില്ല. കാരണം അത്രത്തോളം വേദനകളാണ് ഇതുപോലെയുള്ള വാർത്തകളെല്ലാം വരുന്നത്. നമുക്ക് വീണ്ടും കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.